ഹലോ. അങ്ങനെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഞങ്ങൾ പുറത്തിറങ്ങി പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ സ്റ്റേഷനിൽ കയറി. പെട്രോൾ അടിച്ചുകൊണ്ട് ഇവിടുത്തെ 1.5 റിയാലാണ് ഫുൾ പെട്രോൾ. 2 റിയാലിൻ്റെ അടുത്ത് വരും. നാട്ടിൽ ഏകദേശം 35 റിയാൽ. ഫുൾ ടാങ്ക് അടിക്കാൻ നാട്ടിൽ ഒരു 5000 റുപ്യ ഉണ്ട്. മോനും വൈഫും ചിപ്സൊക്കെ മേടിച്ച് വന്നു പെട്രോൾ സ്റ്റേഷൻ തന്നെ. കുറേ സാധനം മേടിച്ചില്ല. ചിപ്സ് മേടിക്കണം. അങ്ങനെ ഞങ്ങൾ കോർണേഴ്സിലൂടെ ദോഹ പോർട്ടിലേക്കാണ് പോകുന്നത്. ഇന്നൊരു ബോട്ട് സർവീസ് നടത്താമെന്ന് വിചാരിച്ചിട്ട് പോകുന്ന കാഴ്ചകളാണ്. സൂക്ക് വഖഫിൻ്റെ മുന്നിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. പഴയ സൂക്കിൻ്റെ മിനാരങ്ങളൊക്കെ കാണാം. ഇതാണ് CBQ ബാങ്ക്, അങ്ങനെ കുറേ ബാങ്ക് ഏരിയ ഒക്കെ ഉണ്ട്. അതാണ് മ്യൂസിയം. നല്ല നല്ല വെറൈറ്റി റോഡ്സും സിഗ്നൽസൊക്കെ ഉണ്ട്. പുതിയ കാറാണ് കാണുന്നത്. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. ആ ഒരു നേരത്തെ ഞങ്ങൾ ദോഹ പോർട്ടിലെത്തുന്നു. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത്. നല്ല സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നല്ലൊരു വൈബായിരുന്നു. അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് നടന്നൊക്കെ കളിച്ചു. കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം വൈഫ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നല്ല നല്ല കാഴ്ചകളൊക്കെ ആയിരുന്നു. നല്ലൊരു വൈബായിരുന്നു. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ ശേഷം വൈഫും മോനും ഇവിടെ ഇരിക്കുമ്പോൾ ഒരു അറബിച്ചും അവിടെ ഇരുന്ന് നല്ല കാറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം വൈഫ് ഒടുക്കത്തെ ചാടയിൽ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ബോട്ട് സർവീസിൻ്റെ ടിക്കറ്റ് എടുത്തു. ഇതാണ് ടിക്കറ്റ്. ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നല്ല അടിപൊളി 2 ബൈക്ക് ഹാർലീൻ്റെ. ആ ബൈക്കൊക്കെ നോക്കി മോനിങ്ങനെ നുണച്ചിറക്കി. ഞാനിവിടെ ഒരു ബൈക്ക് എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈസി ആണെങ്കിൽ ലൈസൻസ് എടുക്കണം. ഇവിടെ എല്ലാ ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്സിഡൻ്റ് ആവും. ഇതുപോലത്തെ അല്ലെങ്കിൽ നല്ല റോഡ് പ്രസൻസ് ഉള്ള ബൈക്ക് വേണം. അപ്പോൾ നല്ല അറബിച്ച് ഇങ്ങനെ ഇരുന്ന് ഒരു പ്രായമുള്ള ആൾക്കാർ ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. നല്ല ബൈക്കായിരുന്നു ഹാർലീൻ്റെ. നല്ല അടിപൊളി വെറൈറ്റി ബൈക്സ് ഉണ്ടായിരുന്നു. അവരെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നൊസ്റ്റ് വന്നു. ഹെൽമെറ്റൊക്കെ നോക്കി കുറച്ച് നേരം നിന്നു. വൈഫും ഞാനൊക്കെ ഇങ്ങനെ കുറേ നേരം കാത്തിരുന്നതിന് ശേഷം ഇതാ ബോട്ട് എത്തി. ഇതാണ് നമ്മൾ പോകേണ്ട ബോട്ട്. അതെത്തി. അതിൽ നിന്ന് ആൾക്കാർക്ക് ഇറങ്ങി. ഞങ്ങൾ ആ ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ്. അതിന് ശേഷം നമുക്കിനി ബോട്ടിൽ കയറിയതിന് ശേഷം ഇതാണ് ബൈക്ക് റൈഡേഴ്സ്. ഇങ്ങനെ ബോട്ടിലേക്ക് നടക്കുകയാണ്. മന്ദം ബോട്ടിലേക്ക് ഓരോ ആൾക്കാർ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. വൈഫ് ഇങ്ങനെ അവളുടെ ടേണിന് വേണ്ടി കാത്തിരുന്നു. നല്ല അടിപൊളി സീനറി ആയിരുന്നു. പിന്നെ ഞാനിങ്ങനെ ഇറങ്ങാറില്ല വീക്കെൻഡ്സിലൊന്നും. ഇപ്പം പുതുതായിട്ട് ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ബ്ലോഗൊക്കെ ചെയ്തിട്ട് കുറേ ആയി. ഇനിയിപ്പം ബ്ലോഗൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ബ്ലോഗൊക്കെ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. വ്യൂവേഴ്സിനൊന്നും കിട്ടുന്നില്ലല്ലോ. ചെയ്തെന്താ നല്ല അടിപൊളി വൈബായിരുന്നു. നല്ല തണുത്ത കാറ്റുമായി ബോട്ടിൽ പോകാൻ നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു. 25 റിയാലാണ് ഒരാൾക്ക് ടിക്കറ്റിന്. അപ്പം 50 റിയാലിൽ അരമണിക്കൂർ ആണ് റൈഡ്. അപ്പോൾ മോന് ഫ്രീ ആണ്. അപ്പോൾ ടിക്കറ്റ് കൊടുത്ത് ഞങ്ങൾ കയറിയതിന് ശേഷം അവിടെ അടിപൊളിയിൽ കുറച്ചിരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല അടിപൊളിയിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല അടിപൊളി വൈബായിരുന്നു. കുറേ ഹിന്ദി ഫാമിലി, അറബി ഫാമിലി, പാകിസ്ഥാനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളിങ്ങനെ ടൈറ്റാനിക് പോലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ബോട്ട് നീങ്ങാൻ വേണ്ടി ബോട്ടിൻ്റെ ഉള്ളിലാണിത്. കപ്പിത്താൻ ഇരിക്കുന്ന സ്ഥലം. കപ്പിത്താനും ആൾക്കാരും ഒക്കെ ഇരിക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ അവിടുത്തെ ഡ്രൈവിംഗ് സെക്ഷൻ, സ്റ്റെയറിംഗ് ഒക്കെയാണിത്. അപ്പോൾ അവിടെ വൈഫ് മോനും ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു. ബോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നു. കുറേ സ്പീഡ് ബോട്ട്സൊക്കെ ഇതിലൂടെയൊക്കെ പോകുന്നുണ്ട്. ഇപ്പം ബഹ്റൈനിൽ ചായ ഉണ്ടായിരുന്നു. ചായ വൈഫ് വെറുതെ കിട്ടുന്നില്ല നേഴ്സിനെ എടുത്ത് കുടിച്ച്. പിന്നെ ടൈറ്റാനിക് മോഡൽ മോനും ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തു. വൈഫ് അവിടെയൊക്കെ പോയിരുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പുളിത്ത് ചിരിച്ചിരിക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് അവൾ കൈ പിടിച്ച് ടൈറ്റാനിക് പോലെ. അപ്പം ഞാൻ നടക്കൂല, കയറി ഇറങ്ങി വന്നു എന്നാണ്. അങ്ങനെ ഇറങ്ങി വന്നു അവൾ. പിന്നെ ഇപ്പം ബഹ്റൈനിലേക്ക് ബോട്ട് സർവീസ് വന്നിട്ടുണ്ട്. 1 മണിക്കൂർ 10 മിനിറ്റുമാണ് വേണ്ടത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പോകണം എന്നുണ്ട്. ഏതെങ്കിലും ഒരു വീക്കെൻഡ് പോവും. അപ്പം കുറേ സ്പീഡ് ബോട്ട്സും എയറോപ്ലെയിനൊക്കെ ഇങ്ങനെ മുകളിൽ കൂടി താഴെ കൂടി എല്ലാം ഇങ്ങനെ പോകുന്നുണ്ട്. ഖത്തറിൻ്റെ ഫ്ലാഗ്, അഭിമാനമായ ഫ്ലാഗാണ്. അപ്പോൾ അതിൻ്റെ മുകളിലുണ്ട്. മുകളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാര്യം നോക്കി. വലിയൊരു വൈബൊന്നുമില്ല. കുറേ ഫാമിലീസ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരുന്നിട്ടുണ്ട്. ഇതിലെയാണ് മുകളിൽ കയറേണ്ടത്. ഇതാണ് കപ്പിത്താൻ്റെ റൂം. പിന്നെ അവരിങ്ങനെ വൈഫൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ദോഹ പോർട്ടിലൂടെ ഒരു യാത്ര നല്ലൊരു വൈബാണ്. ചെറിയ പൈസയേ ഉള്ളൂ. കുറേ ഫാമിലിയായിട്ട് ഇങ്ങനെ കറങ്ങാം. അപ്പുറം സ്പീഡ് ബോട്ടും ഉണ്ട്. അപ്പോൾ ഇത് നല്ലോണമായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങൾ. ഇങ്ങനെ സ്പീഡ് ബോട്ട് ഇങ്ങനെ സ്പീഡ് ബോട്ടല്ല, ഇത് നോർമൽ ബോട്ടാണ്.
അതിലൂടെ ഞങ്ങളിങ്ങനെ പോയി കുറേ ദോഹേൻ്റെ വെസ്റ്റ് ബേൻ്റെ കാഴ്ചകൾ. ഇതാണ് 974 ഫുട്ബോൾ ഗ്രൗണ്ട്, വേൾഡ് കപ്പ് നടന്നത്. പിന്നെ കുറേ ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ പോകുന്നുണ്ടായിരുന്നു. നല്ലൊരു വൈബാണ്, ആസ്വദിച്ച് കുറച്ച് നേരം. ഇതാണ് ആ സ്റ്റേജ് ഞാൻ പറഞ്ഞത്. പിന്നെ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ വീഡിയോസൊക്കെ എടുത്തു. എയറോപ്ലെയിനിൽ ഇങ്ങനെ പോകുന്നത്, ഹൗസ് സ്പീഡ് ബോട്ട് പോകുന്നത് ഭയങ്കര രസമാണ്. സ്പീഡ് ബോട്ട് ഞാൻ ദുബായിൽ നിന്ന് കയറിയിരിക്കുന്നു. വൈഫ് ഞാനും ഓഫീസിൻ്റെ ഒരു ഗെറ്റ് ടുഗദറിന് പോയപ്പം അവിടെ ജസ്കൂസിയും മറ്റേ സ്പീഡ് ബോട്ടെല്ലാം ഉണ്ടായിരുന്നു. ഒരു ഐലൻഡിലായിരുന്നു ഞങ്ങൾ പോയത്, നുറൈ ഐലൻഡ് എന്ന് പറയും, അബുദാബിയിൽ. ഓഫീസിൻ്റെ വകയായിട്ട് അടിച്ച് പൊളിച്ചായി. 2017 പോയതാണ്. അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എവിടെയും കാണാം. ഇതേപോലത്തെ ബോട്ടിലാണ് ഞങ്ങൾ പോകുന്നത്. ഇതിലേ സെയിം ബോട്ടാണ് ഈ ബോട്ട്, ഞങ്ങളുള്ള ബോട്ട്. അപ്പോൾ ഇതൊക്കെ ഇന്ത്യയിൽ നിന്നൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന ബോട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ നാട്ടിൽ എന്താ പറയുക, ഉരുവ ഫ്ലൈറ്റ് വന്ന എയറോപ്ലെയിൻ ഖത്തർ എയർവേസിൻ്റെ. അപ്പം വെള്ളത്തിലോട്ടുള്ള വെസ്റ്റ് ബേ ഏരിയ കണ്ട എൻ്റെ ഓഫീസിൻ്റെ ഏരിയയാണ് ആ കാണുന്നത് കേട്ടോ, വെസ്റ്റ് ബേ. അപ്പോൾ അതൊക്കെ കൂടി ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത്, കുറച്ച് പക്ഷികളൊക്കെ ആകാശത്തിലൂടെ പറക്കുന്നുണ്ട്. കുറേ വെറൈറ്റി ഹൗസ് ബോട്ട് സ്പീഡ് ബോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ വെസ്റ്റ് ബേയിലൂടെ ഇങ്ങനെ പോകുന്നത്. ഇനി അടുത്തൊന്ന് സ്പീഡ് ബോട്ടിലൊന്ന് കറങ്ങണമെന്നുണ്ട്. അത് ബഹ്റൈനിലേക്ക് സ്പീഡ് ബോട്ടാണോ എന്നൊരു സംശയമുണ്ട്, അതിൽ പോകണം. ഇതേപോലെ തന്നെ ഞാൻ ദുബായിൽ നിന്ന് പോയത്. ഇതൊരു പാകിസ്ഥാൻ ഇങ്ങനെ മുകളിൽ നിന്ന് ആസ്വദിക്കുന്നുണ്ട്. നല്ല സൂര്യൻ അസ്തമിക്കുന്നുണ്ടായിരുന്നു. മോനിങ്ങനെ ആസ്വദിക്കുന്നുണ്ട്. ഇവൻ കുറേയായി പറയുന്നത് ബോട്ടിൽ കയറുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ബോട്ടിൽ കയറി. പിന്നെ മൂത്ത മൂന്ന് നാട്ടിലാണ്, അവനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. വൈഫിനെ തലക്കൊരു കൊട്ട് കൊടുത്തു. അപ്പോൾ ആ കൊട്ടിൻ്റെ ഒരു കുറവുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ ഹൗസ് ബോട്ട് ഇങ്ങനെ ചീർപ്പായുന്നുണ്ട്. പിന്നെന്താ ഇങ്ങനെ പോകുന്നു. പിന്നെ ഫുഡൊക്കെ കഴിക്കണം എന്നുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം വൈകിട്ട് പോയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. കുറേ വന്ന സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്താ പറയേണ്ടതെന്നറിയില്ല. സോ ഇനി കുറച്ച് കാഴ്ചകൾ കാണാം നമുക്ക്. വയസ്സും 2 മാസമായപ്പം ഖത്തറിൽ വന്നതാണ്. ഇപ്പോൾ 39 വയസ്സായി. 20 വർഷത്തിന് മേലെയായി ഖത്തറിൽ. ഞാൻ ഖത്തറിൻ്റെ എല്ലാ വളർച്ചയും തകർച്ചയും കണ്ടതാണ്, ബ്ലോക്കേജും എല്ലാം കണ്ടതാണ്. ഇപ്പം കോർണേഷൻ വെസ്റ്റ് ബേ ഒക്കെ ഇപ്പം മാറി. ഞാൻ വരുമ്പോൾ 1, 2, 3 ബിൽഡിങ് മാത്രമാണ് ഇന്നുണ്ടായിരുന്നത്. ബോട്ട് എടുക്കാനായാലും കയറൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. കയറ് പിന്നെ ഇവിടുന്ന് അവിടത്തേക്ക് ചാടിക്കൊടുക്കും. അവനവിടെ കെട്ടി ചെയ്ത് ലോക്ക് ചെയ്തിടും. എന്നിട്ട് ആൾക്കാർക്ക് വേണ്ടി കോണി സെറ്റ് ചെയ്ത് കൊടുക്കും. ആ കോണി ഇങ്ങനെ താത്തി കൊടുക്കുമ്പോൾ കോണിയിലൂടെ ഇറങ്ങണം. ഇതാണ് കോണി. ആ സ്റ്റെപ്പിലൂടെ ഇറങ്ങി വേണം. അതൊന്ന് ഇത് ലോക്ക് ചെയ്തിട്ട് പിന്നെ ആൾക്കാർക്ക് ഇറങ്ങി ഈ പാത്തിലൂടെ ഇങ്ങനെ നടക്കാം. ഇതിങ്ങനെ വുഡൻ പാത്താണ്. വുഡൻ പാത്തിലൂടെ മുന്നോട്ട് നീങ്ങുക. എന്നിട്ട് നേരെ ഇവിടുന്ന് ഞങ്ങൾ ഔട്ട് ചെയ്യാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ വേണ്ട, ഇതോടെ എല്ലാം നോക്കും. അങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങുകയാണ് ഞങ്ങൾ. നല്ല അടിപൊളി വൈബായിരുന്നു. 30 റിയാലിന് ഒന്നുകൂടെ വരണമെന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരാൻ പറ്റിയൊരു അവസരമാണ്. കാരണം നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് മൈൻഡിലൊന്ന് റീഫ്രഷ് ആകുന്നുണ്ട്. പിന്നെ ഇതാണ് ആ ബോട്ട്. അടുത്ത ട്രിപ്പിനുള്ള ഒരുക്കങ്ങളിലേക്ക് മാറുകയാണ്. പിന്നെ ഞങ്ങൾ വണ്ടിയിലോട്ടുള്ള പാത്തിലേക്ക് അടുത്തു. അങ്ങനെ വണ്ടിയിൽ കയറി ഞങ്ങൾ എൻ്റെ ചീറ്റോസ് അല്ലേ? അല്ല, എൻ്റെതാ ഗൈസ്. ചീറ്റോസ് ഫുള്ള് കളറാ. അങ്ങനെ ഞങ്ങൾ ഈവൻ സാധനത്തിലൂടെ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഡബിൾ ഡക്കർ ബസ്സൊക്കെ കണ്ടു. അങ്ങനെ വൈഫ് പറഞ്ഞു, എനിക്ക്
പാനിപ്പൂരി വേണം. അങ്ങനെ ഞങ്ങൾ ബോംബെ ചൗക്ക് എന്ന ചാട്ടിലെത്തി. അവിടെ നല്ല പാവ് ഭാജി, പാവട അതും കഴിച്ചു. നല്ല മോമോസൊക്കെ ഉണ്ടായിരുന്നു, ജ്യൂസ് ഉണ്ടായിരുന്നു. അതും ഞങ്ങൾ മേടിച്ചില്ല. ജ്യൂസ് മേടിച്ചിരുന്നു, മോമോസ് മേടിച്ചില്ല. ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ. നല്ല അടിപൊളി വൈബ്, നിന്ന് കഴിക്കണം. ഇതിൻ്റെ മുന്നേ ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാവ് ഭാജിയും ഇതുമാണ് മേടിച്ചത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. പാവ് ഭാജി നല്ല സ്പൈസി ആയിരുന്നു. ബടാപ്പാവ് അല്ലേ, ബടാപ്പാവ് സോറി. ഇതിന് നല്ല അടിപൊളി സ്വീറ്റാണ്, നല്ല അടിപൊളി വൈബാണ്. ഞാൻ 2 എടുത്ത് ഓളെന്നെ ഒറ്റക്കടിക്ക് നല്ല മാക്കടിച്ച് കാശ്. പിന്നെ മോന് പാവ് ഭാജി ഒന്നും ഇഷ്ടപ്പെട്ടില്ല, സ്പൈസിയാന്ന് പറഞ്ഞു. പിന്നെ ഇത് നമുക്ക് 2 കൂടി കൊണ്ടുവച്ചെന്നാണ്. കയ്യൂക്ക് ഉണ്ട് വെച്ചിട്ട് കാര്യക്കാരൻ അവരത് മെല്ലെ ഒരു ലിമിറ്റൊക്കെ ഇന്നും കൂടി കണക്കിലെടുത്ത് തിന്നണം. കഴിക്കതല്ല ഗൈസ്. അങ്ങനെ ഞാൻ തന്നെ അത് മേടിച്ച് കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ തന്നെ എടുത്ത് കഴിച്ചു. നല്ല അടിപൊളി സ്പൈസി ആയിരുന്നു. പിന്നെ പകുതി വൈഫിനോട് വെറുതെ വേണമെന്ന് ചോദിക്കാം. അപ്പാട് അവൾ തന്നെ 2-3 ബൈറ്റ് എടുത്ത് തീർത്ത് ഗൈസ്. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഇതാണ് ഓഫീസിൻ്റെ താഴെ. എൻ്റെ പുതിയ ഓഫീസിൻ്റെ അടുത്ത് തന്നെയാണ്. ഇതിൻ്റെ നടുവിലായിട്ട് ബിൽഡിങ്ങിൻ്റെ കുറേ വലിയ ബിൽഡിങ്ങിൻ്റെ നടുവിലായിട്ട് ചെറിയൊരു ഷോപ്പാണ്. അപ്പോൾ നല്ല വൈബായിരുന്നു. നല്ല ഇത് നല്ല രസമാണ് കഴിക്കാനായിട്ട്. ഈ തൈരാണത്, തൈരിൽ കുറേ സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്ത് നല്ല വൈബാണ്. വൈഫിന് ഇഷ്ടപ്പെട്ടതാണ്. വൈഫ് എന്ത് പറഞ്ഞാലും ഞാൻ മേടിച്ചു കൊടുക്കും. അതെൻ്റെ ഒരു ശീലമായിപ്പോൾ. എന്ത് ചെയ്യാനാ, നീ ചിരിക്കണ്ട, വെറുതെ പറയതാ ഒളിച്ചിരിക്കുന്ന ഗൈസ്. പക്ഷെ ഓളെന്ത് പറഞ്ഞാലും എനിക്ക് ഉണ്ടാക്കി തരും. എൻ്റെ മടിയൊന്നുമില്ല, നല്ല മോള്. എൻ്റെ മാഷാ അല്ലാഹ്, ഞാൻ ഭാഗ്യവാനാണ്. എന്തുണ്ടെങ്കിലും കുക്ക് തരും. ഓള് ഒന്നും അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊന്നും സൂചിപ്പിക്കുന്നത്. അവൾ ഇപ്പുറത്ത് ചിരിക്കുന്നുണ്ട് ഇത്രയും എണ്ണം. പിന്നെ ഓൻ്റെ ജ്യൂസും വീഴൊക്കെ എടുത്ത് നല്ല അടിപൊളി. അങ്ങനെ ബോംബെ ചാറ്റ് ഇത് കൂടെ ഇഷ്ടല്ലേ മന അടിച്ചാൽ നമുക്ക് അടിക്കാം. ഇങ്ങോട്ടൊക്കെ